ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ബഹ്റൈനിലെ പ്രകൃതി സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇപ്പം സമയം രാവിലെ 7 മണിയായി. ഈ സമയത്ത് ട്രാവൽ ചെയ്യാൻ നല്ല രസമാണ്. രാവിലെ പൊതുവേ നല്ല ട്രാഫിക്കാണ്, പക്ഷേ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അത്ര ട്രാഫിക് ഇല്ല റോഡിൽ. നമുക്കത്ര വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായി. ഞങ്ങൾ നേരത്തെയും 2 പ്രാവശ്യം ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം 3rd ടൈമാണ് ഞങ്ങളിവിടെ വരുന്നത്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നൊരു സ്ഥലമാണിത്. ഇതാ നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബഹ്റൈനിലെ പച്ചമല. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, ഇങ്ങനൊരു മരുഭൂമിയിൽ ഇത്രയും സുന്ദരമായ ഒരു മല. ഈ മലയുടെ ഭംഗി കൂട്ടാനായി ഇതിനോട് ചേർന്ന് ഒരു ബീച്ചുമുണ്ട്. ഇവിടെ ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മലയിൽ കയറാൻ പറ്റിയില്ല. ഈ മലയിൽ നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളും പിന്നെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പല കളറുള്ള ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും. ഞങ്ങൾ കൂടുതലും കണ്ടത് ബ്ലൂ കളറുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു. ഇപ്പോൾ പച്ചമല നമ്മൾ കണ്ടു. ഇനി നമുക്കിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോവാം. ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബുദേയിലാണ്. സൽമാൻ ബീച്ച്, സൽമാൻ സിറ്റി, പച്ചമല എന്നൊക്കെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മൾ മലയാളികളാണ് ഈ സ്ഥലത്തിന് പച്ചമല എന്ന് പേര് കൊടുത്തത്. ഇപ്പം നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇത് ഫിഷിങ്ങിന് പറ്റിയ ഏരിയ ആണ്. ഇവിടെ നല്ല ക്ലീൻ വാട്ടറാണ്. ഈ ബ്രിഡ്ജിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ നിറച്ച് മീനിനെ കാണാൻ പറ്റും. സൽമാൻ സിറ്റി ഓപ്പൺ ചെയ്തത് May 15, 2018 നമ്മുടെ ബഹ്റൈനിലെ പ്രൈം മിനിസ്റ്ററായ ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അദ്ദേഹം ബഹ്റൈനു വേണ്ടി ഒത്തിരി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ സ്ഥലത്തിന് ഇങ്ങനൊരു പേര് വന്നത്. ഇത് ബഹ്റൈനിലെ ബിഗ്ഗസ്റ്റ് ഹൗസിംഗ് ടൗൺ ആണ്. ഇവിടെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. ഇവിടെ രാവിലെ ഒത്തിരി പേര് വാക്കിംഗ്, ജോഗിങ്, സൈക്ലിങ്ങിനൊക്കെ വരും. ഇപ്പം ഞാനും പ്രണവും മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളുടെ ഫിഷിംഗ് റോപ്പൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ സാധനം വെച്ച് മീൻ പിടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഈ ഫിഷിംഗ് റോപ്പിൽ 2 ചെറിയ മീനിനെ കിട്ടി, പക്ഷെ അത് ഞങ്ങൾ കടലിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയോണ്ട് തന്നെ ഈ വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമാണ്. വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്യുവാണ്. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. പക്ഷെ പിന്നീടൊന്നും കിട്ടിയില്ല.
ഈ ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ഐലൻഡ് കാണാൻ പറ്റും. ഇവിടെ ആൾക്കാർ സൈക്ലിങ്ങും ഹോഴ്സ് റേസും ചെയ്യാറുണ്ട്. നമുക്ക് ബീച്ചിൻ്റെ ഭംഗി ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഷെയ്ഡഡ് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കാറ്റാടി മരവും വേപ്പ് മരവും ഒക്കെ ഇവിടെ ഒരുപാട് കാണാൻ പറ്റും. നമ്മുടെ കർസക്കാൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ സ്ഥലത്തിന് സുമതി വളവെന്ന് പേരിട്ട പോലെ തന്നെ ഈ സ്ഥലത്തിന് പച്ചമല എന്ന് പേരിട്ട് നമ്മുടെ മലയാളികൾ പ്രസിദ്ധമാക്കി. ശരിക്കും പച്ചമല എന്ന് പേരിട്ടതിന് ഒരു സംശയവും ഇല്ല. കാരണം അത്രയ്ക്കും ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. പ്രത്യേകിച്ച് ഫാമിലിയുമായിട്ടൊക്കെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരയ്ക്കും ബൈ.